ലെറ്റ്സ് ടോക്ക് അബൌട്ട് രാജസ്ഥാൻ റോയൽസ്. ടീം പ്രിവ്യൂ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു ടീമായിരുന്നു കഴിഞ്ഞ വർഷം. ഓപ്ഷന് ശേഷം എന്തൊക്കെയോ സംഭവിച്ചു. എസ്പെഷ്യലി ഒരു ബോളിങ് ഭയങ്കര വീക്കായി. ഈവൻ ബാറ്റിംഗ് അത്ര സ്ട്രോങ് ഒന്നുമല്ല. എല്ലാം കൊണ്ടും ഒരു വീക്ക് ടീമായിട്ട് മാറിയിട്ടുണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിരുന്നു ലാസ്റ്റ് മാച്ച് നടന്നത് അഗെയിൻസ്റ്റ് സൺറൈസേഴ്സ് ഹൈദരാബാദ്. 286 ആണ് സൺറൈസേഴ്സ് അടിച്ചു കൂട്ടിയത്. ഓൺ ദി അതർ ഹാൻഡ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് അവരും ഫസ്റ്റ് മാച്ച് തോറ്റു അഗെയിൻസ്റ്റ് റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂർ. പക്ഷേ എന്നാലും വെൻ കമ്പയർ ടു രാജസ്ഥാൻ റോയൽസ് അത്യാവശ്യം ഒരു ബാലൻസ് അവിടെ ഉണ്ടായിരുന്നു. ദേ ട്രൈഡ് അറ്റ്ലീസ്റ്റ്. സോ ഇന്നത്തെ മത്സരം മാച്ച് നമ്പർ 6 ഇറ്റ്സ് രാജസ്ഥാൻ റോയൽസ് വേഴ്സസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. മത്സരം നടക്കുന്നത് ഗുവാഹട്ടിയിൽ വെച്ചാണ്. സോ ഇവിടെ ലാസ്റ്റ് ഇയർ ഒരു മത്സരം നടന്നു. രണ്ടാമത്തെ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചു. ആ നടന്ന മത്സരത്തിൽ ഒരു ലോ സ്കോറിംഗ് പിച്ചായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് 150 താഴെയായിരുന്നു ഉണ്ടായിരുന്ന സ്കോർസ്. സോ ഇന്ന് ഒരു 180 താഴെ സ്കോർ വരുന്ന ഒരു പിച്ചാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ ലൈക്ക് ഇറ്റ്സ് കംപ്ലീറ്റ്ലി അൺസർട്ടൈൻ. എങ്ങനെയാണ് പിച്ച് ബിഹേവ് ചെയ്യുക എന്നുള്ളത് അറിയില്ല. റിഗാർഡിംഗ് ദ റിസൾട്ട്സ് ഐ എം എക്സ്പെക്റ്റിംഗ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ടു വിൻ. കാരണം പിച്ചിൽ സ്ലോ ബോളേഴ്സിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് തോന്നുന്നു. സോ വരുൺ ചക്രവർത്തി, സുനിൽ നരീനൊക്കെ ഇന്ന് അത്യാവശ്യം നല്ല രീതിയിൽ പർച്ചേസ് കിട്ടുമായിരിക്കും ബോളിങ്ങിൽ. സോ എക്സ്പെക്റ്റിംഗ് കൊൽക്കത്ത ടു വിൻ. കൊൽക്കത്ത ബോളേഴ്സിന് പ്രിഫർ ചെയ്യുക, എസ്പെഷ്യലി സ്ലോ ബോളേഴ്സിന് പ്രിഫർ ചെയ്യുക. രാജസ്ഥാൻ റോയൽസിലാണെങ്കിൽ ഐ തിങ്ക് ലൈക്ക് കുറച്ച് ലോങ് ആയിട്ട് നിന്ന് കളിക്കാൻ പറ്റിയ പ്ലേയേഴ്സിനെ സെലക്ട് ചെയ്യാം. മേ ബി നിതീഷ് റാണ വിൽ ബി ഗുഡ് ടുഡേ. അതർ ദാൻ ദാറ്റ് ഐ ഡോണ്ട് നോ, ലൈക്ക് ബാറ്റിംഗ് എനിക്ക് അറിയില്ല. സഞ്ജു സാംസൺ കഴിഞ്ഞ കളി കളിച്ചു, അതുകൊണ്ട് അറിയില്ല എങ്ങനെ കളിക്കും എന്നുള്ളത്. കൊൽക്കത്ത ബാറ്റിംഗ് അജിൻക്യ രഹാനെയാണ് എന്തായാലും കളിക്കുക. ഐ തിങ്ക് ഹി ഫൗണ്ട് ദ ന്യൂ പാഷൻ. സോ ദാറ്റ്സ് മൈ പ്രിവ്യൂ. വാട്ട് ഡു യു തിങ്ക്? ഹൂസ് ഗോണ വിൻ? ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ്.